ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഴ്സുമാരുടെ സമരം സർക്കാർ ഇടപെട്ട് പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊതുജനങ്ങൾക്ക് കോഴിക്കോട് നഗരത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ KSRTCയുടെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്. പെരുന്നാൾ അടുത്തതോടെ ഇഫ്താർ വിരുന്നും സൗഹൃദ സംഗമങ്ങളും സജീവമാകുന്നു. CSCO അഭയം പദ്ധതിയിലെ 21ാമത്തെ വീടിന് തറയിട്ടു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നഴ്സുമാരുടെ സമരം സർക്കാർ ഇടപെട്ട് പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നഴ്സുമാരെ പിരിച്ചുവിടുന്നത് ശരിയല്ലെന്നും ആശുപത്രി മാനേജ്മെന്റുകളുമായി സർക്കാർ ചർച്ച നടത്തണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. കാരണം എത്രയോ ദിവസമായി ഇതിന്റെ നോട്ടീസും കാര്യങ്ങളും ഈ സമരത്തെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. സ്വകാര്യ ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാർ സമരം നടത്തിയിട്ട് തീർക്കാനുള്ള സർക്കാർ മനസ്സിലായോ? സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരും ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരും എല്ലാവരും കൂടി സമരം ചെയ്താൽ നമ്മൾ എങ്ങോട്ട് പോവും? അപ്പം അത് ഗവൺമെന്റാണ്, ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന് തോന്നണം ജനങ്ങൾക്ക്. ഗവൺമെന്റ് മുൻകൈയെടുത്ത് അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ടും ഇവരുടെ സംഘടനാ പ്രതിനിധികളുമായിട്ട് സംസാരിച്ച് അത് സെറ്റിൽ ചെയ്യണം. അത് ഇപ്പോഴല്ല, നേരത്തെ ഈ സമരം പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ഗവൺമെന്റിന് അതിൻ്റെ റോളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള റോൾ ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ഇപ്പൊ ഡോക്ടർമാർ സമരം നടത്തി, അവരങ്ങോട്ടും ഒരു സമരം നടത്തിപ്പോ ചർച്ച ചെയ്യാൻ ആളില്ല. പിന്നെ ഗവൺമെന്റ് എന്തിനാണ് കേരളത്തിൽ? എന്തിനാണ് ഗവൺമെന്റ്? ഇപ്പൊ പ്രൈവറ്റ് ആശുപത്രികളിൽ വ്യാപകമായി നഴ്സുമാർ സമരം ചെയ്യുന്നു. ഒരു സർക്കാർ വേണ്ടേ? എത്രയോ പേഷ്യൻസ് ആണ് അത് കിടക്കുന്നത്. എത്ര പേര് സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ആളുകൾ, പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ കിടക്കുന്ന ആളുകൾ, എത്രയോ ദിവസമായിട്ട് ഈ സമരത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നു. അപ്പൊ അത് സംസാരിക്കണ്ടേ? നഴ്സസിന്റെ അസോസിയേഷന്റെ പ്രതിനിധികളും പ്രൈവറ്റ് മാനേജ്മെന്റുമായിട്ട് ഞങ്ങളല്ലല്ലോ സംസാരിക്കേണ്ടത്, ഗവൺമെന്റ് സംസാരിക്കണ്ടേ, ആരോഗ്യവകുപ്പ് സംസാരിക്കണ്ടേ? അല്ല, അതെല്ലാം ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ്. സമരം ചെയ്തതിന് പിരിച്ചുവിടാനൊന്നും പാടില്ല. സമരം ചെയ്യാനുള്ള കാര്യവും അതിന്റെ വിഷയങ്ങളും അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഗവൺമെന്റ് അതിൻ്റെ അകത്ത് മീഡിയേറ്റ് ചെയ്യണം. പ്രൈവറ്റ് ആശുപത്രി മാനേജ്മെന്റും ഈ നഴ്സസ് അസോസിയേഷനുമായിട്ട് അവരുടെ സംഘടനകളുമായിട്ട് നെഗോഷിയേറ്റ്. അതിനല്ലേ സർക്കാർ. എവിടെ പോയി സർക്കാർ? അതാണ് എൻ്റെ ചോദ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുജനങ്ങൾക്ക് കോഴിക്കോട് നഗരത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ KSRTCയുടെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് ഒരുങ്ങി. KSRTC ബസ് ടെർമിനലിന് സമീപം നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുക്കുകയാണ് സർവീസിന്റെ ലക്ഷ്യം. സർവീസിന്റെ ഫ്ളാഗ് ഓഫ് KSRTC ബസ് ടെർമിനലിന് സമീപം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് 3 മണിയോടെ തുടങ്ങി രാത്രി 10:30 വരെ സർവീസ് ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ KSRTC സ്റ്റാൻഡിൽ നിന്നും തുടങ്ങി സരോവരം, ബയോ പാർക്ക്, മാനാഞ്ചിറ, ബീച്ച് എന്നിവിടങ്ങളിലെ കാഴ്ചകളിലൂടെയാകും സർവീസ്. 5 ട്രിപ്പുകളാകും തുടക്കത്തിലുണ്ടാവുക. രണ്ടാം ഘട്ടത്തിൽ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ ബേപ്പൂർ, ചാലിയം, കാപ്പാട് തുടങ്ങിയ ഇടങ്ങളിലേക്കും സർവീസ് ആരംഭിക്കും. പരിസ്ഥിതി സൗഹൃദ യാത്ര ലക്ഷ്യമിട്ട് ഇലക്ട്രിക് ബസ്സാണ് സർവീസിനെത്തിച്ചത്. മുകളിൽ 36 സീറ്റും താഴെ 28 സീറ്റുകളുമുണ്ട്. ഓൺലൈൻ വഴിയും ഫോൺ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം.
4.7 മീറ്റർ ഉയരമുള്ള ബസ് താഴ്ന്നു നിൽക്കുന്ന മരച്ചില്ലകളും ഇലക്ട്രിക് ലൈനുകളും കേബിളുകളുമെല്ലാം നീക്കിയ ശേഷമായിരിക്കും സ്ഥിരം ട്രിപ്പുകൾ ആരംഭിക്കുക. നിലവിൽ തിരുവനന്തപുരം, മൂന്നാർ, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലാണ് സമാന സർവീസുകൾ ഉള്ളത്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ MLA, വാർഡ് കൗൺസിലർ ശ്രീജ സി നായർ, KSRTC അസിസ്റ്റന്റ് വർക്ക് മാനേജർ ഗിരീഷ്, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട് ഇഫ്താർ സംഗമം നടത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഗുരുരത്നം ജ്ഞാന തപസ്വിയെ ചടങ്ങിൽ ആദരിച്ചു. സാഹോദര്യത്തിന്റെയും ക്ഷമയുടെയും സന്ദേശം പങ്കുവച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഇഫ്താർ സംഗമം രാഷ്ട്രീയ, സാംസ്കാരിക, വ്യവസായ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടന്നു. ഇഫ്താർ വിരുന്ന് സംഗമം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സന്യാസ ജീവിതത്തിന്റെ 25 വർഷം പിന്നിടുന്ന ഗുരുരത്നം ജ്ഞാന തപസ്വിയെ ചടങ്ങിൽ ആദരിച്ചു. എല്ലാ മേഖലകളിലെയും നിറഞ്ഞ സാന്നിധ്യമാണ്. കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ ഉജ്ജ്വലമായ ഹൃദയം കൂടിയാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം ഇല്ലാത്ത ഒരു ഇഫ്താർ സംഘവും പോലും നടന്നാണെന്നാണ് എൻ്റെ വിചാരം. അത്രയും എല്ലാ സാന്നിധ്യമാണ്. അദ്ദേഹത്തെ ഈ ഒരു മഹനീയമായ ചടങ്ങിൽ വെച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുന്നു. നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, K പ്രവീൺകുമാർ, K ജയന്ത്, KK രമ, വിദ്യാ ബാലകൃഷ്ണൻ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മലബാർ ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലിത്ത, ഉമർ ഫൈസി മുക്കം, TP അബ്ദുള്ളക്കോയ മദനി, P മുജീബ് റഹ്മാൻ, PN അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. സാഹിത്യകാരന്മാരായ കൽപ്പറ്റ നാരായണൻ, UK കുമാരൻ, നടൻ ജോയ് മാത്യു, ഹുസൈൻ മടവൂർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 21ാമത്തെ വീടിന് തറയിട്ടു. കാലിക്കറ്റ് നഴ്സിംഗ് ഹോം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CP മുസ്തഫ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. കോഴിക്കോട് ഇടിയങ്ങര റോഡ് എളേന്റെ പള്ളിക്ക് സമീപം 2.25 സെന്റ് സ്ഥലത്താണ് പള്ളിക്കണ്ടി സ്വദേശികളായ കുടുംബത്തിന് വീട് പണിയുന്നത്. CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 21ാമത്തെ വീടിന് കാലിക്കറ്റ് നഴ്സിംഗ് ഹോം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CP മുസ്തഫ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. വീടുകൾ ഓൾറെഡി ഉള്ള ആളുകൾ തന്നെ, തറവാടിയിലും മറ്റുള്ള വീടുകളൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ആളുകൾ തന്നെ 2 നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ, എന്തെങ്കിലും തൊഴിൽ മാർഗം ഉണ്ടാക്കി കൊടുത്ത് നല്ലൊരു കാര്യം. CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റ് K നൌഷാദ് അലി, SM സാലിഹ്, ട്രഷറർ PP അബ്ദുള്ള കോയ, CA ഉമ്മർ കോയ, കെൻസ ബാബു, PM മെഹബൂബ്, PN വലീദ്, ആദം കാതിരിയകം തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. ചേവായൂർ ഡെർമറ്റോളജി ഹോസ്പിറ്റലിൽ വി കെയർ ഫൗണ്ടേഷൻ സ്നേഹസംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. ആശുപത്രിയിലെ രോഗികളും ജീവനക്കാരുമടക്കം നിരവധി പേർ പങ്കാളികളായി. സേവന പ്രവർത്തനങ്ങളിൽ മാതൃകയായി വി കെയർ ഫൗണ്ടേഷൻ ചേവായൂർ ഗവൺമെന്റ് ഡെർമറ്റോളജി ഹോസ്പിറ്റലിലെ അന്തേവാസികൾക്കായി സ്നേഹസംഗമവും സൗഹൃദ നോമ്പുതുറയും ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചു. ആശുപത്രിയിലെ രോഗികൾക്കും ജീവനക്കാർക്കുമൊപ്പം സ്നേഹം പങ്കിട്ട പരിപാടിയിൽ ഒട്ടേറെ പേർ പങ്കാളികളായി. വി കെയർ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഫസീല ചടങ്ങിന് നേതൃത്വം നൽകി. ഫൗണ്ടേഷന്റെ മുഖ്യ രക്ഷാധികാരികളായ തൽഹത്ത് കുന്നമംഗലം, കരീം എളമരം, ആമിന ജിജു, ലൈല, ഹാജറ എലത്തൂർ, നദ്വ നജീബ്, മുജീബ് റഹ്മാൻ വയനാട്, റസൽ ബേപ്പൂർ, ലുവൈ, സ്വപ്ന, ഫൈസൽ പെരുവയൽ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. അന്തേവാസികളുടെ മാനസികോല്ലാസത്തിനും കരുതലിനും മുൻഗണന നൽകിക്കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നമ്മൾ ലെപ്രസി ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഉള്ളത്. കുഷ്ഠരോഗ ആശുപത്രിയിൽ നമ്മുടെ വി കെയർ ഫൗണ്ടേഷന്റെ അണ്ടറിലായതുകൊണ്ട് നമ്മൾ ചെറിയൊരു നോമ്പുതുറ സൽക്കാരാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ വാർഡുകളിലൊക്കെ പോയി ഇതാക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ഇവരാണ് അതിനെല്ലാറ്റിനും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത്. എല്ലാ പ്രവർത്തനത്തിനും മുൻപന്തിയിൽ നിന്നുകൊണ്ട് വളരെ സജീവമായിട്ട് ഇതിന് സഹായിച്ചിട്ടുണ്ട്. രോഗികളും സംഘാടകരും ഒത്തുചേർന്നുള്ള നോമ്പുതുറ ഹൃദ്യമായ ഒരു അനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള മാപ്പിളകല അക്കാദമി കേന്ദ്ര കമ്മിറ്റി രജിസ്ട്രേഷൻ ദിനം ആഘോഷിച്ചു. വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ഗാനവിരുന്നും ഒരുക്കി. കേരള മാപ്പിളകല അക്കാദമി രജിസ്റ്റർ ചെയ്ത സ്ഥാപക ദിനവും 20 വർഷം ക്യാമറയും സംവിധാനവും നിർവഹിച്ച സുബൈർ കാഞ്ഞിരമുക്കിനെ കേളി കേരള ശ്രേഷ്ഠ ക്യാമറ പുരസ്കാരം ദേശീയ ജനറൽ സെക്രട്ടറി കുന്നമംഗലം CK ആലിക്കുട്ടി, ഹാർമോണിസ്റ്റ് അഷ്റഫ് എളേറ്റിൽ, മുഹമ്മദ് നാഫിഫ് കിഴക്കോത്ത് എന്നിവർ ചേർന്ന് ആദരിച്ചു. ഗായകൻ മുഹമ്മദ് അലി ഇബ്നു മൂസ ആരാമ്പ്രം മുഖ്യാതിഥിയായി. പക്കർ പന്നൂർ, അസിൽ കാട്ടൂർ, സലാം മാവൂർ, കുഞ്ഞാപ്പു മുറിയനാൽ, അഷ്മിഷ്, ഹൻസൽ, അജ്മൽ എന്നിവർ സംബന്ധിച്ചു. ദേശീയ പ്രസിഡന്റും നിമിഷ മഹാകവിയുമായ TP അബ്ദുള്ള ചെറുവാടി, ബാപ്പു വെള്ളിപ്പറമ്പ്, ഹസൻ നെടിയനാട്, ഫസൽ കൊടുവള്ളി എന്നിവർ എഴുതി, വെള്ളയിൽ അബൂബക്കർ, കോഴിക്കോട് അബൂബക്കർ, പുലാമന്തോൾ അബൂബക്കർ എന്നിവർ ചേർന്ന് സംഗീതം ചെയ്ത് കണ്ണൂർ ഷെരീഫും കുന്നമംഗലം CK ആലിക്കുട്ടിയും കൊല്ലം ഷാഫിയും താജുദ്ദീൻ വടകരയും പാടിയ 26 പാട്ടുകൾ 15 ഗായകന്മാർ പാടുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുല്ലാളൂർ റിഫായിയ മാപ്പിള കലാസെന്റർ ബദർ അനുസ്മരണ പ്രഭാഷണവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. മൗലീദ് പാരായണത്തിനും ദുആ മജ്ലിസിനും പണ്ഡിതർ നേതൃത്വം നൽകി. പുല്ലാളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റിഫായിയ മാപ്പിള കലാസെന്റർ ബദർ അനുസ്മരണ പ്രഭാഷണവും നോമ്പുതുറയും മൗലീദ് മജ്ലിസും സംഘടിപ്പിച്ചു. ചെറിയ കുഞ്ഞിക്കോയ തങ്ങൾ നേതൃത്വം നൽകി. ഉസ്താദ് മുസ്തഫ ഫാളിലി കരീറ്റിപ്പറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി. പല ആളുകൾക്കും നോമ്പുതുറ സംഘടിപ്പിച്ചത് അള്ളാഹു ഇതെല്ലാം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് റിഫായിയ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാനാജാതികൾക്കും വലിയ സഹായങ്ങൾ കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ് റിഫായിയ പ്രസ്ഥാനം. ഈ റിഫായിയ കമ്മിറ്റി നടത്തിയ ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ്. അതെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തൊൽഹത്ത് സഖാഫി, സുലൈമാൻ മുസ്ലിയാർ, അബ്ദുറഹിമാൻ മുസ്ലിയാർ, മുഹമ്മദ് സാദി എന്നിവരുടെ നേതൃത്വത്തിൽ മൗലീദ് പാരായണം നിർവഹിച്ചു. ഫസൽ പൂക്കോയത്തങ്ങൾ ചളിക്കോട്, കാസിം കോയത്തങ്ങൾ കാന്തപുരം എന്നിവരുടെ സാന്നിധ്യത്തിൽ നസീർ തങ്ങൾ പറക്കുന്ന ദുആ മജ്ലിസിന് നേതൃത്വം നൽകി. നിരവധി പേർ നോമ്പുതുറയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%.
Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക് കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പയ്യാനക്കൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. റംസാൻ കിറ്റുകളുടെ വിതരണോദ്ഘാടനം MK മുനീർ MLA നിർവഹിച്ചു. സ്നേഹസംഗമത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. PV അവറാൻ അധ്യക്ഷനായിരുന്നു. റംസാൻ കിറ്റുകളുടെ വിതരണം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ബേബി പയ്യാനക്കലിന് നൽകി ഡോക്ടർ MK മുനീർ MLA നിർവഹിച്ചു. സജീവമായിട്ടുള്ള ജീവകാരുണ്യത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്ത്. ജാതി മത വ്യത്യാസമില്ലാതെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഇങ്ങനെ കൂടിയിരിക്കുന്ന പ്രത്യേകിച്ച് ഈ വിശുദ്ധ മാസത്തിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ നോക്കാതെ തോന്നിയിരിക്കാൻ പറ്റുന്ന ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഉത്തരേന്ത്യയിലുള്ള പല ആളുകളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു സൗഭാഗ്യമാണ് ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ. KM റഷീദ്, അഡ്വക്കേറ്റ് MV അൻവർ, S അനീസ് ആദം, SV അർഷുൽ അഹമ്മദ്, കൗൺസിലർ ഫസ്ന ഷംസുദ്ദീൻ, ബേബി പയ്യാനക്കൽ, KV ആലിക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. MK മഷൂദ്, K മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊന്നത്ത് ശ്രീ ഭഗവതി കാവിലെ താലപ്പൊലി മഹോത്സവം 4 ദിവസങ്ങളിലായി നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പണവും പൂജകളും നടന്നു. നോർത്ത് ബേപ്പൂർ മാറാട് സാഗർ സരണി പൊന്നത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിൽ പാതിരിശ്ശേരി മിഥുൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും പാതിരിക്കുന്നത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ സർപ്പബലിയും നടന്നു. കലശം പുറപ്പാട് തമ്പിറോഡ് ശ്രീ കരുമൻ ക്ഷേത്രത്തിൽ നിന്നുമെത്തി ഭക്തർക്ക് പ്രസാദ ഊട്ട് നൽകി. പ്രത്യേക പൂജകൾ, വെള്ളാട്ടുകൾ, താലപ്പൊലി, വർണ്ണവിസ്മയം, തിറയാട്ടങ്ങൾ, മഞ്ഞത്താലപ്പൊലി, കലംകരി, ഗുരുതി എന്നിവയും നടത്തി. ചാന്തടിഞ്ഞ തിറയോടെ 4 ദിവസത്തെ ഉത്സവ പരിപാടികൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. രജനീകാന്ത് ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷവും സംരംഭകത്വ ശില്പശാലയും ശ്രദ്ധേയമായി. വാർഡ് കൗൺസിലർ KP അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ പാലം ശ്രീ കാഞ്ചി ശങ്കരാചാര്യ പ്രീ ക്ലിനിക് സൊസൈറ്റി ഹാളിലാണ് പരിപാടികൾ നടന്നത്. ചാലപ്പുറം വാർഡ് കൗൺസിലർ അനിൽകുമാർ KP ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സതീഷ് പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മികച്ച സംരംഭക CN ശാന്തിയെ പുരസ്കാരവും പൊന്നാടയും നൽകി ആദരിച്ചു. വിദ്യാഭ്യാസ, സാഹിത്യ, സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നെല്ലിയോട് ബഷീറിനെയും ചടങ്ങിൽ ആദരിച്ചു. നിരവധി സമൂഹ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന, സാമൂഹിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന പലരെയും ആദരിക്കുന്ന ചടങ്ങാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തെരഞ്ഞെടുത്ത ആൾക്കാരൊക്കെ വളരെ എൻ്റെ വാർഡിൽ താമസിക്കുന്നതോ വളരെ വേണ്ടപ്പെട്ടു വളരെ അറിഞ്ഞ ആൾക്കാരാണ്. അതായത് ഞങ്ങൾ ഇവരാണെങ്കിലും കുടുംബശ്രീയൊക്കെ എത്രയോ കൊല്ലങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്.
ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകർക്കായി ആർ കേദാർനാഥ് നയിച്ച സോപ്പ് നിർമ്മാണ പരിശീലന ശില്പശാലയും സംഘടിപ്പിച്ചു. തളി ബ്രാഹ്മണ സമൂഹം സെക്രട്ടറി വിവേകാനന്ദൻ, അസോസിയേഷൻ ഭാരവാഹികളായ എസ് രുക്മിണി അമ്മാൾ, ലക്ഷ്മി ഗണേഷ്, റഹിയാന ബീഗം, ധനേഷ് കെ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഴ്സുമാരുടെ സമരം സർക്കാർ ഇടപെട്ട് പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊതുജനങ്ങൾക്ക് കോഴിക്കോട് നഗരത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ KSRTCയുടെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്. പെരുന്നാൾ അടുത്തതോടെ ഇഫ്താർ വിരുന്നും സൗഹൃദ സംഗമങ്ങളും സജീവമാകുന്നു. CSCO അഭയം പദ്ധതിയിലെ 21ാമത്തെ വീടിന് തറയിട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.